നമസ്കാരം. പ്രായപൂർത്തിയാകുന്നത് മുതൽ ആർത്തവ വിരാമം വരെ സ്ത്രീകൾ നേരിടുന്ന മാനസികമായും ശാരീരികമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ അശ്വതിയാണ്. ഡോക്ടർ ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു അമ്മയും കൂടിയാണ് ജനിക്കുന്നതെന്ന് പറയും. അപ്പോൾ വളരെ ഒരു ആങ്സൈറ്റിയോടുകൂടി അത്രയും കാലം 10 മാസത്തോളം കാത്തിരുന്ന് ഒരു കുഞ്ഞിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു സ്ത്രീ അന്നേരം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ലക്ഷ്മി പറഞ്ഞതുപോലെ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരവും ഏറ്റവും ചലഞ്ചസ് ഒരുപാട് നേരിടുന്നതുമായൊരു കാലഘട്ടമാണ് പ്രഗ്നൻസി അഥവാ ഗർഭാവസ്ഥയും അതിനുശേഷമുള്ള പോസ്റ്റ് പ്രഗ്നൻസി അഥവാ ബ്രസ്റ്റ് ഫീഡിങ് ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരു അമ്മ കടന്നു പോകുന്നത് ഒരുപാട് ഹോർമോൺ വ്യതിയാനങ്ങളിലൂടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവും കുടുംബപരവുമായി വളരെയധികം ചലഞ്ചസിലൂടെയും ഒരുപാട് ചേഞ്ചസിലൂടെയുമാണ് പോകുന്നത്. എന്തൊക്കെയാണ് ഒരമ്മ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം എന്ന് തോന്നുന്നത് ഒരു പ്ലാൻഡ് പ്രഗ്നൻസിയാണ് എപ്പോഴും നല്ലത്. എന്താണ് ഒരു പ്ലാൻഡ് പ്രഗ്നൻസി? പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും കൂടെ ഒരു തീരുമാനമെടുത്ത് എപ്പോഴത്തേക്ക് പ്രഗ്നൻസി വേണം എന്നുള്ള തീരുമാനമെടുത്ത് ആ സമയത്ത് ഹസ്ബൻഡും വൈഫിനോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ളവരും കൂടെ തയ്യാറെടുക്കുന്ന സമയമാണ് ഈ പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയും. എന്തൊക്കെയാണ് ആ സമയത്ത് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്? ഒന്ന്, ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാണ്. ആഹാര രീതി ശ്രദ്ധിക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ആഹാര രീതി, എക്സസൈസ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. സെഡൻറ്ററി ആയിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, അതായത് എക്സസൈസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ 20 മിനിറ്റ്സിലുള്ള ലൈറ്റ് എക്സസൈസുകളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു അസുഖങ്ങൾ, ഉദാഹരണത്തിന് ഷുഗർ, ഡയബറ്റിസ്, പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ചിലർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാവാം. ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കണ്ട് അതെല്ലാം പരിധിയിലാക്കി ഹോർമോൺ വാല്യൂസൊക്കെ നോർമലാക്കിയിട്ട് പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സമയത്ത് തന്നെയാണ് പ്രീ കൺസെപ്ഷണൽ ഫോളിക് ആസിഡ് അഥവാ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം അറിയാവുന്നൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ. അതൊരു 3 മാസമെങ്കിലും ഗർഭധാരണത്തിന് മുന്നേ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. ഇത്രയൊക്കെയാണ് പ്രഗ്നൻസി ടൈമിൽ. ഓക്കെ, പ്രസവാനന്തര ചികിത്സയെക്കുറിച്ച് പ്രസവ സമയത്ത്, അതായത് പ്രസവിക്കുന്നതിന് മുമ്പ് ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രസവശേഷവും ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ, കാര്യങ്ങൾ, പ്രത്യേക രീതിയിലുള്ള ആഹാര രീതി, അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടത്? പ്രസവാനന്തരം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്ന ഒരു ഏരിയയാണ്. പ്രസവിച്ചതിന് ശേഷം ഹോൾ കോൺസെൻട്രേഷൻ കുഞ്ഞിലോട്ടായി പോകാറുണ്ട്. അമ്മയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ചേഞ്ചസും അവരുടെ ആവശ്യങ്ങളും നമ്മൾ പലപ്പോഴും അവഗണിക്കപ്പെടാറാണ് പതിവ്. അപ്പോൾ ഈ സമയത്ത് വളരെയധികം സപ്പോർട്ട് വേണ്ടതാണ്. ഒരു സ്ത്രീക്ക് ഒരുപാട് സപ്പോർട്ട് വേണ്ടതാണ്. അത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ആഹാര രീതിയിലും സാമ്പത്തികമായിട്ടും ഒക്കെ അവർക്ക് ഒരുപാട് കൺസേൺസും ഉത്കണ്ഠകൾ. ചിലപ്പോൾ ചിലർ ജോലി വിട്ടിട്ടായിരിക്കും നിൽക്കുന്നത്, ജോലി ലീവ് എടുത്തിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് ആൻസൈറ്റിയും ഉത്കണ്ഠയും ഒക്കെ ഉള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഉറക്കക്കുറവ് കാണും. കുഞ്ഞിനൊരു 2 മണിക്കൂർ ഇടവിട്ട് പാല് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ടുള്ള ഉറക്കക്കുറവ് കാണും. അതോടൊപ്പം തന്നെ മറ്റ് സമ്മർദ്ദങ്ങൾ കാണും. അപ്പോൾ ഈ സമയം അമ്മയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയം തന്നെയാണ് പോസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആഹാരത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വീട്ടിൽ പാകം ചെയ്തിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അവർക്ക് ആവശ്യമാണ്. ഉറക്കം ആവശ്യമാണ്. അപ്പോൾ ചിലപ്പോൾ രാത്രിയൊക്കെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ പകൽ സമയത്ത് കുഞ്ഞിനെ മറ്റാരെങ്കിലും ഏൽപ്പിച്ച് അവരുടെ ഉറക്കം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ മാനസികപരമായിട്ട് ഈ സമയത്താണ് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ സർവത്ര എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെയുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ സ്ത്രീ കടന്നു പോകുന്നത്. അപ്പോൾ അത് കൃത്യമായി തിരിച്ചറിയപ്പെടുകയും അതിനൊരു ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുകയും അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് ആവശ്യമായി അതും നൽകേണ്ടതാണ് ഈ ഒരു പ്രസവാനന്തര കാലഘട്ടത്തിൽ, പ്രസവിച്ചതിന് ശേഷമുള്ള കാലഘട്ടം. ഡോക്ടർ പറഞ്ഞതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നോക്കേണ്ടതും അതുപോലെ തന്നെ ശാരീരികമായിട്ട് യാതൊരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാതെ നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? ഒരു പ്രശ്നം വരാതെ, അത് കുഞ്ഞ് അത്രയും ഹെൽത്തി ആയിട്ട് നമുക്ക് എത്രത്തോളം കെയർ കൊടുക്കാൻ പറ്റും? അത് ഒരു സ്ത്രീ ഇപ്പം ഒറ്റയ്ക്കായിരിക്കും ചിലപ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അമ്മമാരെ പോലെ ആയിരിക്കണമെന്നില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെങ്കിൽ പോലും പല കുടുംബങ്ങളിലും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ പോലും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പം എത്രത്തോളം നമുക്ക് ഡയറ്റിലൂടെയും അതുപോലെ തന്നെ അവരുടെ അറ്റ്മോസ്ഫിയർ
സെൽഫായിട്ട് എത്രത്തോളം അതിനെ ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും? വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇന്നത്തേതെല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും മാത്രമേ കാണുള്ളൂ. ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവണമെന്നില്ല. ഇതിന് ആദ്യം തന്നെ ഇതൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് പ്രാധാന്യം പ്ലാൻഡ് പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കണം ഡെലിവറിക്ക് ശേഷം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ആരൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഇതിനാരൊക്കെ ഒരു ഷെയർഡ് ഡ്യൂട്ടി ആയിരിക്കും കുറച്ചും കൂടെ എപ്പോഴും നല്ലത്. ഇപ്പോൾ ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ എങ്കിൽ ഹോൾ റെസ്പോൺസിബിലിറ്റി ആ അമ്മയ്ക്ക് മാത്രം കൊടുക്കാതെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഹസ്ബൻഡിന്, ഉദാഹരണത്തിന് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ ബർപ്പ് ചെയ്യുന്നത് അത് അച്ഛന് ചെയ്യാവുന്നതാണ്. ഡയപ്പർ ചേഞ്ച് അത് അച്ഛന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെയുള്ള ഷെയർഡ് ഡ്യൂട്ടീസ് ചെയ്യുക, അതാണ് ഒരു കാര്യം. പിന്നീട് ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ ഒരു മുൻ നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം ആഹാരം ഫാസ്റ്റ് ഫുഡുകൾ ഒഴിവാക്കുക. വീട്ടിൽ തന്നെയുള്ള ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം നമുക്ക് പ്രധാനമായിട്ട് ഈ സമയത്തുണ്ടാകുന്ന ഒരു സ്ത്രീയുടെ കൺസേൺ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിനെ കുറിച്ചാണ്. ബ്രസ്റ്റ് മിൽക്ക് ചിലപ്പോൾ മിൽക്ക് കുറവായിരിക്കാം, ചിലപ്പോൾ ആ ബോണ്ടിങ് ലാച്ചിങ് ശരിയാവുന്നില്ലായിരിക്കും, കുഞ്ഞിന് പാല് കുടിക്കുന്നത് കറക്റ്റ് ആവുന്നില്ലായിരിക്കാം, അപ്പോൾ പാല് കിട്ടുന്നില്ല എന്നുള്ള ടെൻഷനായിരിക്കും അമ്മ കടന്നു പോകുന്നത്. അപ്പോൾ പാല് ഉണ്ടാവുന്നുണ്ടോ, അതൊക്കെ ആയിരിക്കും അവരുടെ കൺസേൺസ്. അപ്പോൾ വീട്ടിലുള്ള സാധാരണയുള്ള പോഷകാഹാരങ്ങൾ കഴിക്കുക. അതോടൊപ്പം തന്നെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ്. എക്സസൈസ്, ഏതെങ്കിലും ഒരു ചെറിയ എക്സസൈസ്. ഈ സമയം ചിലപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് നടക്കുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. സിസേറിയൻ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ഈ ഒരു മാനസിക പിരിമുറുക്കമൊക്കെ ഒഴിവാക്കാവുന്ന കുറയ്ക്കുന്ന അങ്ങനത്തെ തരം എക്സസൈസ്, ബ്രീതിങ് എക്സസൈസൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, മുൻപൊക്കെ അമ്മമാർ പറയായിരുന്നു എൻ്റെ സുഖപ്രസവമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ മാമിയുടെ സുഖപ്രസവമായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഈ സുഖപ്രസവം എന്നുള്ളൊരു വാക്ക് ഇപ്പം അധികം കേൾക്കാറില്ല, കൂടുതലും സിസേറിയൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഹോസ്പിറ്റൽസ് പോലും അങ്ങനെ സിസേറിയനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ആസ് എ ഗൈനക്കോളജിസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. തീർച്ചയായിട്ടും സിസേറിയന് ചില ഇൻഡിക്കേഷൻസുകൾ നമ്മുടെ WHO അതുപോലെ തന്നെ ഗൈനക്കോളജി സൊസൈറ്റിയുടേതും അതിൻ്റെ ഓർഗനൈസേഷനുകളും എല്ലാം തന്നെ ചില ഇൻഡിക്കേഷൻസ് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് പ്രകാരം മാത്രമേ നമുക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നതുമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിലും സിസേറിയൻ്റെ ഇൻഡിക്കേഷൻസും നമ്പറും എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കൊരു വെറുതെ നമ്മുടെ സൗകര്യാർത്ഥമോ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റെ സൗകര്യാർത്ഥമോ നമുക്ക് സിസേറിയൻ ചെയ്യാൻ പറ്റുന്നൊരു രീതിയല്ല ഇന്ന് നിലവിലുള്ളത്. അങ്ങനെ ആരും ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. സിസേറിയന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് പ്രസവത്തിന് മുമ്പ് ഒരു സ്ത്രീ പ്രസവ വേദന വരുന്നതിന് മുമ്പ് തന്നെ സിസേറിയൻ ചെയ്യേണ്ടതായ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് ഇപ്പം മറുപിള്ള താഴെയാണ്, പ്ലാസൻ്റ പ്രീവിയ പോലുള്ള അസുഖം, അല്ലെങ്കിൽ അബ്രപ്ഷൻ, പെട്ടെന്ന് മറുപിള്ള വിട്ടുപോയിട്ടുള്ള, അതൊക്കെയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും സിസേറിയൻ ആദ്യം തന്നെ ഇൻഡിക്കേറ്റഡ് ആണ്. വെജൈനൽ ഡെലിവറിയിലോട്ട് നമുക്ക് പോകാൻ പറ്റുകയില്ല. പക്ഷേ ചില കണ്ടീഷനുകൾ നമുക്ക് വെജൈനൽ ഡെലിവറിക്ക് പേഷ്യൻറ്റിനെ സുഖപ്രസവത്തിന് വയ്ക്കുകയും അത് പിന്നീട് പ്രോഗ്രസ് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സിസേറിയനിലേക്ക് പോകേണ്ടതാണ്. നമുക്ക് സിസേറിയൻ ചെയ്യുമ്പോൾ തന്നെ അതിന് മുന്നേ തന്നെ വ്യക്തമായിട്ട് തന്നെ രോഗിയോടും പേഷ്യൻ്റെ ഹസ്ബൻഡിനോടും കുടുംബാംഗങ്ങളോടും എല്ലാം സിസേറിയൻ്റെ ദോഷവശങ്ങളും അത് ചെയ്യേണ്ട ആവശ്യകതയും അത് ചെയ്യുന്നത് കൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ സിസേറിയൻ എന്ന് പറയുന്നത് ഒരു പെയിൻലെസ് വെജൈനൽ ഡെലിവറി, സുഖപ്രസവം വളരെ പെയിൻഫുള്ളും സമയമെടുക്കുന്നതുമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പേഷ്യൻസ് തന്നെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഡോക്ടർ ഇനി അങ്ങ് സിസേറിയൻ ചെയ്തൂടെ. ഈവൻ ഫാമിലി മെമ്പേഴ്സ് തന്നെ കുറച്ച് ഡിലേ വരുമ്പോഴേക്കും ആവശ്യപ്പെടാറുണ്ട് ഇനി സിസേറിയൻ ചെയ്തൂടെ എന്നുള്ളത്. പക്ഷേ അവരുടെ കൺസേൺ മനസ്സിലാക്കിയിട്ട് എന്തിനാണ് അവർ സിസേറിയൻ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ പെയിനാണ് റീസണെങ്കിൽ ഇന്ന് വളരെ നൂതന ചികിത്സാ രീതികളെല്ലാം ലഭ്യമാണ്. പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു അനസ്തേഷ്യയുടെ ഒരു വിഭാഗം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പെയിൻലെസ് ലേബർ ഇപ്പോൾ എല്ലാവിധ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഗോകുലം മെഡിക്കൽ കോളേജിലാവട്ടെ എല്ലായിടും ഈ പെയിൻലെസ് ലേബർ അവൈലബിൾ ആണ്. അപ്പോൾ പെയിനാണ് അവരുടെ ആശങ്കയെങ്കിൽ നമുക്ക് അത് സിസേറിയൻ അല്ല, അതല്ലാതെ മറ്റു പരിഹാരങ്ങളിലൂടെ അത് പരിഹരിക്കപ്പെടാവുന്നതാണ്. ഈ പ്രഗ്നൻസി പീരീഡിൽ പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടാതെ വരുമ്പോൾ
മദറിന് പ്രോപ്പറായിട്ടുള്ള കെയർ കിട്ടാതെ വരുമ്പോൾ അത് കുഞ്ഞിനെ സാരമായിട്ട് ബാധിക്കില്ലേ? കുഞ്ഞിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ അതില്ലെങ്കിൽ ശാരീരിക വളർച്ചയൊക്കെ ബാധിക്കാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും എല്ലാ രീതിയിലും. ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ കുറച്ച് സ്ട്രെസ്സിലൂടെ പോകുകയാണെങ്കിൽ അമ്മയുടെ ശരീരത്തെ സ്ട്രെസ് ഹോർമോൺസ് കൂടിയിട്ട് കുഞ്ഞിന് പ്രീടേം ലേബർ പെയിൻ അഥവാ മാസം എത്തുന്നതിന് മുമ്പ് ഡേറ്റിന് മുന്നേ ആയിട്ട് പെയിൻ വരാം, ലോ ബർത്ത് വെയ്റ്റ് അതായത് കുഞ്ഞിന് തൂക്കക്കുറവ് വരാം, കുഞ്ഞിന് തന്നെ മാനസിക പ്രശ്നങ്ങൾ, ഭാവിയിലേക്ക് ഓട്ടിസം, ചില പഠനങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ ചില പഠനങ്ങളൊക്കെ അത് സൂചിപ്പിക്കാറുണ്ട്, കുഞ്ഞുങ്ങൾക്ക് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വരാം. പിന്നെ ഇപ്പോൾ ഉള്ളൊരു ന്യൂവർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീറ്റൽ പ്രോഗ്രാമിംഗ്, അതായത് നമ്മുടെ വലുതായിട്ട് നമ്മൾ പിന്നീട് വലുതായി അഡൾട്ട്ഹുഡിൽ വരുന്ന ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങൾ ചിലപ്പോൾ ഗർഭാവസ്ഥയിലേ ഉണ്ടായ കുഞ്ഞിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം ഈ വലുതാവുമ്പോൾ നമുക്ക് വരുന്ന പ്രമേഹവും ഹൈപ്പർ ടെൻഷൻ മൂലമുള്ള അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. ഒരു ഭാവി തലമുറയുടെ ഹെൽത്ത് തന്നെ ഈ ആ സമയത്തുള്ള കെയറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാം കൊണ്ടും ശാരീരികമായിട്ടും അമ്മയുടെ ആഹാര രീതി, അതോടൊപ്പം തന്നെ അമ്മയുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അബോർഷൻസ് വളരെ കൂടുതലാണ്, പ്രത്യേകിച്ച് ലിവിങ് ടുഗെദർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അബോർഷൻ എന്ന് പറയുന്നത് അത് ആ ഒരു മദറിൻ്റെ ചോയ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും പലരും വാദിക്കുന്നത് അതൊരു ജീവനാണ്, എന്തിനതിനെ കൊന്നു കളയണം എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിനോടൊരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ, ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? അതുപോലെ നിയമപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് ഡിസ്കഷൻസ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് അബോർഷൻസ് എന്ന് പറഞ്ഞാൽ. അബോർഷൻ്റെ നിയമങ്ങൾ ഇപ്പോൾ വളരെയധികം ലിബറലൈസ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രം അവളുടെ ആരോഗ്യം, അവളുടെ ശരീരം അവളുടെ റൈറ്റാണ്. അബോർഷനും ഒരു സ്ത്രീയുടെ റൈറ്റായി അങ്ങനെയാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് തന്നെ. ഒരു സ്ത്രീക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം ഒരു കുഞ്ഞ് അതിൻ്റെ ഗർഭാവസ്ഥ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അതിന് രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ടോക്സിക് റിലേഷൻഷിപ്പുകളിലായിരിക്കും, അപ്പോൾ അവർക്ക് പ്രഗ്നൻസി ആക്സിഡൻറ്റിൽ ഉണ്ടായതായിരിക്കാം. ആ ഒരു പ്രഗ്നൻസി ആ സ്ത്രീക്ക് ചിലപ്പോൾ കൊണ്ടുവരുന്നത് വളരെയധികം മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരു ആസ്പെക്റ്റ്. വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കപ്പിള്, ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിളാണ്, കോൺട്രാസെപ്ഷൻസ് അവർക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആ കോൺട്രാസെപ്ഷൻസ് ഒന്നും ഉപയോഗിക്കാതെ ഒരു പ്രഗ്നൻസി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അബോർഷൻ. അപ്പോൾ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതിനെ കുറച്ചും കൂടെ വൈസായിട്ട് കാണുക. ഇന്ന് ഇൻഫർമേഷൻസ് എല്ലാം എല്ലാവരുടെയും കൈപ്പിടിയിലാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രീ മാരിറ്റൽ അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആണെങ്കിൽ തന്നെ ഒരു തീരുമാനമെടുക്കുക, കോൺട്രാസെപ്ഷൻ ആവശ്യമാണോ എന്നുള്ളത് തീരുമാനിക്കുക, അത് ഒരു പ്രഗ്നൻസി ആണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. അൺനെസസറി ആയിട്ടുള്ള അബോർഷൻസ് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിന് ഒഴിവാക്കേണ്ടത് അൺനെസസറി ആയിട്ടുള്ള പ്രഗ്നൻസീസാണ്, ആക്സിഡൻ്റൽ പ്രഗ്നൻസീസാണ് ഒഴിവാക്കേണ്ടത്. അത് ഒഴിവാക്കേണ്ടത് കോൺട്രാസെപ്ഷൻ എന്നുള്ള ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡിലൂടെയാണ്. കപ്പിളിന്, പാർട്ട്നേഴ്സിനും, ഹസ്ബൻഡിനും വൈഫിനും അല്ലെങ്കിൽ ലിവിങ് ടുഗദർ ആകുന്ന പാർട്ട്നേഴ്സിനും അവർക്ക് ഏതാണോ അഭികാമ്യമായിട്ടുള്ളൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിക്കുക. ജസ്റ്റ് സ്പേസിങ്ങിനായിട്ടോ അല്ലെങ്കിൽ അബോർഷൻ മറ്റൊരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് കാണാതിരിക്കുക. പക്ഷേ സ്ത്രീയുടെ അവകാശം തന്നെയാണ്, അത് അൾട്ടിമേറ്റ്ലി അവരുടെ ഡിസിഷനാണ്. നമ്മൾ ആസ് എ ഗൈനക്കോളജിസ്റ്റ് അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആ സ്ത്രീയുടെ ഒപ്പീനിയനെ, ആ സ്ത്രീയുടെ റൈറ്റിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കത് സമൂഹത്തിൽ ഒരുപാട് രീതിയിലോട്ട് അവബോധം, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.